Meet the editors. മറുപടി വ്യക്തമോ എന്നതാണ് ചോദ്യം. സുനിൽ, ഇന്നത്തെ വാർത്താ സമ്മേളനം ഇന്ന് ഇഡിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായില്ല. അദ്ദേഹം തന്നെ വിശദീകരിക്കുകയായിരുന്നു. നല്ല വ്യക്തമായ വിശദീകരണമായിരുന്നു. പൂർണ്ണമായി വ്യക്തമായി ചോദിച്ചാൽ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. മറുപടി അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വ്യക്തതയുള്ള മറുപടി ആയിരുന്നോ ചോദിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി വെച്ചുള്ള മറുപടിയാണ് എന്നതാണ്. കാരണം ഏത് സാഹചര്യത്തിലാണ് CMRIൽ നിന്ന് വീണയ്ക്ക് ഇത്രയും പണം കിട്ടിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വിശദീകരണം വീണ നൽകിയിട്ടില്ല. അത് വീണ ടി തന്നെ നൽകേണ്ടതാണ്. അക്കാര്യത്തിലുള്ള അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതേസമയം ഇപ്പോൾ വീണ ടിയെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതുവഴി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുള്ള നീക്കം രാഷ്ട്രീയമായി നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യങ്ങളും നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു അന്വേഷണ ചരിത്രം പരിശോധിച്ചാൽ ആ രീതിയൊക്കെ തന്നെയാണ് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളത്. ഏതായാലും ഇവിടെ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള റിലീസുമായി ബന്ധപ്പെട്ട കാര്യം അത് അസാധാരണമാണ് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ട്വിറ്റർ പേജ് പരിശോധിച്ചാൽ റിലീസുകൾ കൃത്യമായി ഇറക്കുന്ന ഒരു പതിവൊക്കെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുണ്ട്. അന്വേഷണ ഘട്ടത്തിൽ അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കാൻ കഴിയുമോ എന്ന കാര്യം മറ്റൊരു നിയമപരമായ ചോദ്യമാണ്. സാധാരണ അതിന് സാധിക്കില്ല. കോടതികൾ അതിന് അനുവദിക്കാറില്ല. അന്വേഷണ ഘട്ടത്തിൽ അന്വേഷണത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് ഉചിതമല്ല എന്ന് പല കോടതികളും മുൻപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ വളരെ സെലക്റ്റീവായ ചില കാര്യങ്ങൾ ED വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത് ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഞാൻ ഈ ഒരു അന്വേഷണ നീക്കത്തെ കാണുന്നത് ഒരു സാധാരണ അന്വേഷണ നീക്കമായിട്ടല്ല. കാരണം നമുക്ക് എന്തുകൊണ്ടാണ് CPMനെ ഇടതുപക്ഷത്തിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ടാർഗറ്റ് ചെയ്യണം എന്നത് നമ്മൾ പരിശോധിച്ചാൽ പല സാഹചര്യങ്ങളുണ്ട്. ഈ കേസിൻ്റെ പശ്ചാത്തലം അവിടെ ഇരിക്കട്ടെ. പക്ഷേ നമുക്കറിയാലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കാനെത്തി. അദ്ദേഹം പറഞ്ഞൊരു വലിയൊരു പ്രസ്താവനയുണ്ട്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കയറാത്തത്? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങളെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBIയും ഒന്നും അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അന്വേഷണത്തിൽ ഇവർക്ക് സംരക്ഷണം കിട്ടുന്നത് എന്ന വലിയ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ നോക്കൂ, പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള ഈ കേസ് പൊടിതട്ടിയെടുത്ത് ശക്തമായ നീക്കം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് നമ്മൾ കാണുന്നതാണ്. നേരത്തെ 2019 ഈ ഒരു SFIയുടെ ഇൻകം ടാക്സ് റെയ്ഡിനെ തുടർന്ന് CMRIൽ നിന്ന് ഒരു ഡയറി കിട്ടുന്നു എന്ന് പറയുന്നു. അതിൽ 182 കോടി രൂപ ഒരു വ്യാജ ചെലവായി കണ്ടെത്തിയെന്ന് പറയുന്നു. ആ 182 കോടി രൂപയിൽ നിന്ന് 2.78 കോടി രൂപ ചികഞ്ഞെടുത്തുകൊണ്ട് അത് വീണ ടിക്ക് അനധികൃതമായി കിട്ടിയതാണ്. അത് ആ ഒരു പണത്തിന് അവർ സേവനം നൽകിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള അന്വേഷണമാണല്ലോ ഇപ്പോൾ വളരെ ദ്രുതഗതിയിലൊക്കെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പറയുന്നത് 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന് പറയുന്നു. 20 കോടി രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതിനൊന്നും എന്താണ് തെളിവ്? ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്, ഒരു കടലാസിൽ 20 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയുന്നു. എന്തടിസ്ഥാനത്തിലാണത് വീണ ടി നടത്തിയതാണ് എന്ന് ഈ ഒരു റിലീസിലൂടെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഒരു അന്വേഷണ ഏജൻസിക്ക് പറയാൻ കഴിയുക എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ഹാൻഡ് റിട്ടൺ കോപ്പി, ഒരു കയ്യെഴുത്ത് അത് വീണ തന്നെ എഴുതിയതാണ് എന്നതിന് ഏതെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ EDക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ നടത്തിയതായി ED എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. അപ്പോൾ നിങ്ങൾ കുറേ കടലാസ് തുണ്ടുകൾ കിട്ടി, അതിൽ 20 കോടി രൂപ എന്ന് എഴുതിയിരിക്കുന്നു. ആ 20 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നുവെന്ന് നിങ്ങളുടെ നിഗമനമായി പറയുന്നു. അതിനിടയിൽ ഇപ്പോൾ 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന് പറയുന്നു. എങ്ങനെ കടത്തി, എവിടെ കടത്തി, ആര് കടത്തി, ഇതിലൊന്നും ഒരു വ്യക്തതയില്ല. ഇതൊരു ചാർജ് ഷീറ്റായി ഏത് രീതിയിലായിരിക്കും കോടതിയിലേക്ക് എത്തുക എന്ന കാര്യത്തിൽ എനിക്ക് വലിയ കൗതുകമുണ്ട്. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷം, CPIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും സംഘപരിവാറിൻ്റെ ഒരു രാഷ്ട്രീയ ടാർഗറ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ ഡൽഹിയിലെ CJP സമരത്തെക്കുറിച്ച് നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്യും. ഈ CJP സുനിൽ, പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ വേണമെങ്കിൽ പിണറായി വിജയന് പറയാമായിരുന്നു, ഇവിടെ നിന്ന് അത്തരം ഹാൻഡ് റിട്ടൺ നോട്ട്സ് എടുത്തിട്ടില്ല. ഇപ്പോൾ അതായത് സ്വാഭാവികമായും ED പരിശോധന നടത്തി ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് കിട്ടിയതെന്നത് സംബന്ധിച്ച് ഒരു ശിക്ഷണ മത്സരം ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ED ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന ഹാൻഡ് റിട്ടൺ നോട്ട്സിനെ കുറിച്ച് പറയുന്നത് അസംബന്ധമാണ്, അവാസ്തവമാണ്
എന്ന് പറയാമായിരുന്നു. പിണറായി വിജയനോട് ആരെയും ചോദിക്കണ്ടേ അത്? അല്ല, അദ്ദേഹം പിണറായി മറ്റു വിജയൻ കാര്യങ്ങൾ അല്ല, പറഞ്ഞു. പിണറായി വിജയൻ അന്ന് തന്നെ പിണറായി പറഞ്ഞിരുന്നു വിജയൻ റെയ്ഡുമായി വാർത്താ ബന്ധപ്പെട്ട് സമ്മേളനം- പിണറായി വിജയൻ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ അവിടെ അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹത്തോടൊന്നും ചോദിക്കാത്തൊരു കാര്യം ഇന്ന് അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണമായി കൂടി അല്ലെങ്കിൽ അറ്റാക്ക് ED തന്നെ കൂടി ലക്ഷ്യം വെച്ചാണെന്ന രൂപത്തിലാണെന്ന് വാർത്താ സമ്മേളനം മാത്രമല്ല 92-ലെ CBI അന്വേഷണത്തെ കുറിച്ച് ആരും ചോദിച്ചിട്ടല്ല പറഞ്ഞത്. പറയുന്നു പിണറായി, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഈ ചോദ്യങ്ങൾക്കുള്ള പൂർണ്ണ ഉത്തരമായോ അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞത് പൂർണ്ണമായി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയായോ വ്യക്തത വരുത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച തുടങ്ങിയത്. പക്ഷേ ഞാൻ പറഞ്ഞത് അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു കടലാസ് തുണ്ട് കിട്ടിയെങ്കിൽ തന്നെ ആ കടലാസ് തുണ്ട് വീണ ടി എഴുതിയതാണ്, അതിൽ എഴുതിയിരിക്കുന്ന അവരുടെ കയ്യക്ഷരമാണ് എന്ന് ED ശാസ്ത്രീയമായി ഒരു ഫോറൻസിക് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ച ശേഷമാണോ ഒരു വാർത്താക്കുറിപ്പിൽ അക്കാര്യം എഴുതി? നമ്മുടെ ഈ വാർത്താക്കുറിപ്പിൽ തന്നെയുണ്ട് ഈ കടലാസ് കഷ്ണങ്ങൾ മാത്രമല്ല ഡിജിറ്റൽ തെളിവുകളും ഉണ്ട് എന്നുള്ളതാണ്. അല്ല, മാത്രമല്ല ആ പത്രക്കുറിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഈ 20.5 കോടിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന 85 ലക്ഷം രൂപയുടെ AD ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് ആ പത്രക്കുറിപ്പിനെ പൂർണ്ണമായും തള്ളി പറയുന്ന, ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും, പക്ഷേ അത് ആ പത്രക്കുറിപ്പിനെ പൂർണ്ണമായും തള്ളി പറയുമ്പോൾ ഒറ്റ വരി കൊണ്ട് അതിനെ റദ്ദ് ചെയ്യാം. 92-ലെ CBI കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ED found certain handwritten accounts maintained by and the handwritten notes contain the names of the persons, amounts handled, spent, amounts transferred to Dubai. The accounts contain details of amount handled in AED, Dubai currency. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ എങ്ങനെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചു എന്നാണ് പറയുന്നത്. അതൊക്കെ എത്രത്തോളം ശരിയാണ് അത് വീണയാണ് എഴുതിയത്, വീണ എഴുതി വെച്ച സംഗതിയാണ് എന്ന് ശാസ്ത്രീയമായി ഫോറൻസിക് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ED ഈ ഒരു വാർത്താക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ പറയട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇത്തരം നീക്കങ്ങൾ നോക്കിയാൽ അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് സംശയിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കിവിടെ കേരളത്തിൽ ഇപ്പോൾ CPM അധികാരത്തിലില്ല, ഇടതുപക്ഷം അധികാരത്തിലില്ല, എന്നിട്ടും എന്തുകൊണ്ട് ഈ കേസിൽ ED മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ പല സാഹചര്യങ്ങളുണ്ട്. കേസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 180 കോടിയെ കുറിച്ച് അന്വേഷിക്കാത്തത്? മുൻമുഖ്യമന്ത്രിയുടെ മകൾ, ഒരു മുൻമുഖ്യമന്ത്രിയുടെ മകൾ, പ്രതിപക്ഷ നേതാവിന്റെ മകൾ, അവർക്കെതിരെ മാത്രമേ അന്വേഷണമുള്ളൂ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തുകൊണ്ടാണ് 180 കോടിയെ കുറിച്ച് 130 കോടിയാണ് ഇപ്പൊ പറയുന്നത് 182 കോടി. 182 കോടിയുടെ മറുപടി എവിടെ? 182 കോടി ആദ്യം അന്വേഷിച്ചിട്ട് മതി ഈ പറയുന്ന ഒന്ന് രണ്ട് വർഷമായി ഇപ്പോഴും പുറകെ നടക്കുന്നത് ഈ ഒരു 2.78 കോടി പറഞ്ഞാണ്. ബാക്കി 20 കോടി ഇപ്പോഴല്ലേ പറഞ്ഞത്? അല്ലല്ല, നമുക്ക് CMRL നിന്ന് 2.78 കോടി രൂപയാണ് വീണ ടിക്ക് കൊടുത്തത്. ആ പണവും ഈ ഇപ്പോഴത്തെ 20 കോടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കോടതിയിൽ ഈ രേഖകൾ ഇതിനകം തന്നെ ED കൊടുത്തു കഴിഞ്ഞതാണ്. ഇതുവരെ അതിനെതിരെ കോടതിയെ സമീപിച്ചിട്ടില്ല. രേഖകളുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സേവനമില്ലാതെയാണ് പണം കിട്ടിയതിന്റെ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നത്. ഈ കേസ് അവിടെ ഇരിക്കട്ടെ. പിണറായി വിജയനെതിരെയുള്ള SNC ലാവലിൻ കേസ് സുപ്രീം കോടതി പോകണം. 2017 CBI ആണ് ആവശ്യപ്പെടുന്നത്. ആരാ മാറ്റിവെക്കുന്നത്? നമുക്കറിയില്ല. ആ കേസ് എന്തുകൊണ്ടാണ്? നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന NV രമണ അന്ന് CBIയുടെ അഭിഭാഷകരോട് പറഞ്ഞു, നിങ്ങൾ ഈ കേസുമായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ, അത് വിചാരണ കോടതിയും ഹൈക്കോടതിയും തള്ളിയ ഒരു കേസുമായി മുന്നോട്ട് വരുമ്പോൾ പുതുതായി എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞതിന് ശേഷം ഇതുവരെ CBI അവിടെ പോയിട്ടില്ല. അപ്പം ഈ കേസുകളൊക്കെ നോക്കിയാൽ ഇതിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ടാർഗറ്റ് ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ CJP സമരത്തിനൊക്കെ തന്നെ സമരസംഘടന ഒരുക്കിയത് ഇടതുപക്ഷ സംഘടനകളാണ്.
ഇത് നിസാര സംഗതിയായി കാണേണ്ടതില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു ദിമാഗി നക്സൽ. ആരെയാണ് ദിമാഗി നക്സൽ എന്ന് പറയുന്നത്? നേരത്തെ ഈ ആന്തോളൻ ജീവി എന്ന് പറയുന്ന ആരെയാണ്? ഈ സമരം ചെയ്യുന്ന ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമര സംഘാടനം നടത്തുന്ന ആളുകളെ, ഇടതുപക്ഷ ബുദ്ധിജീവികളെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്യുക എന്നത് എല്ലാ കാലത്തും സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയാണ്. ഞാൻ ആ നിലയ്ക്കാണ് ഈ ഒരു കേസിനെ കാണുന്നത്. അല്ലാതെ 182 കോടി രൂപ വ്യാജ ചെലവുണ്ടോ എന്ന് CMRന്റെ ഡയറിയിൽ കണ്ടെത്തുന്നു. ആ 182 കോടി രൂപയിൽ 2.78 കോടി രൂപ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലുള്ളത്. മറുപടി പിണറായി വിജയന്റെ മറുപടി വ്യക്തമല്ല. പക്ഷേ അതോടൊപ്പം തന്നെ അതിനേക്കാൾ വ്യക്തത കുറവ് EDയുടെ അന്വേഷണത്തിലാണ്. ശരി, അപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞതിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയി വ്യക്തതയുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് ഞാനാണ് എഴുതി കൊടുക്കുന്നത്. ഞാനത് എഴുതി കൊടുക്കുമ്പോൾ അത് CPMനായിരിക്കും എന്ന് കൂടി അദ്ദേഹം വളരെ വ്യക്തതയോടെ പറഞ്ഞു. പക്ഷേ EDയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും ഞെട്ടിച്ച കാര്യം, അദ്ദേഹം പറയുന്നു വീണ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തിൻ്റെ ഒന്നും ഉടമയല്ല. ഇതിൽ കേൾക്കുന്ന പണവും വളരെ വലിയ പണമൊന്നുമല്ല. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, മുൻ പാർട്ടി സെക്രട്ടറി, മുൻ മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിൽ ഇപ്പോൾ CPMലെ ഏറ്റവും മുതിർന്ന നേതാവ് പറയുകയാണ് ഇതിൽ പറയുന്ന തുക അത്ര വലിയ തുകയല്ല എന്ന്. ആരോടാണ് പറയുന്നത്? അങ്ങയുടെ തന്നെ സഖാക്കളോടാണ് പറയുന്നത്. അപ്പോൾ 2.78 എന്ന കോടിയാണോ, 20 കോടി 5 ലക്ഷം എന്ന് പറയുന്ന കണക്കാണോ, ഏത് കണക്കാണ്? ഈ രണ്ട് കണക്കും നമ്മളെ സംബന്ധിച്ച് കോടികൾ എന്ന് പറയുന്നത് വലിയ കണക്കാണ്. അപ്പോൾ അത് ഒരു വലിയ പണമല്ല എന്ന് പറയുന്നു. എന്താ എത്രയാണെന്നുള്ളത് അപ്പോൾ എൻ്റെ മകളായതുകൊണ്ട് ഈ വിചിത്രമായ നടപടികൾ പറയുന്നു. ഈ വിചിത്രമായ നടപടികളായി പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്നത് ED ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നതിനെ കുറിച്ചാണ്. അതിൽ സുനിൽ തന്നെ നേരത്തെ സംബന്ധിച്ച കാര്യമാണ്. വാർത്താക്കുറിപ്പുകൾ പല ഘട്ടങ്ങളായി ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ കണക്കൊക്കെ നേരത്തെ ജോസഫ് സി മാത്യു എൻ്റെ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നത് 58 കേസുകളോ 38 എത്ര കേസ്, 39 കേസുകൾ, 39 റിലീസുകൾ ഇതിന് ഉണ്ടായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ 8 വാർത്താക്കുറിപ്പുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു. ഈ കേസ് അല്ലാതെ തന്നെ ഇപ്പോൾ അവയവ കച്ചവട കേസുമായി കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നടന്നതാണ്. അതിലും റിലീസ് വാർത്താക്കുറിപ്പുണ്ട്. അതും അന്വേഷണം പൂർത്തിയായിട്ടല്ല, റെയ്ഡുകൾ നടത്തുമ്പോഴാണ് ഈ വാർത്താക്കുറിപ്പ് ഇറക്കുക എന്നുള്ളത്. ഇതും റെയ്ഡ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കോഴിക്കോട്ടേക്ക് റെയ്ഡ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ വാർത്താക്കുറിപ്പ് ഇറക്കുന്നതിൽ വ്യക്തത കുറവില്ല എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇറക്കുന്ന വാർത്താക്കുറിപ്പ് എപ്പോഴും പത്രങ്ങൾ വാർത്ത കൊടുക്കുന്നത്, പത്രങ്ങൾ വെബ്സൈറ്റിൽ നിന്നാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയല്ല, വെബ്സൈറ്റിലും ഉണ്ട് വാർത്താക്കുറിപ്പുണ്ട്. അപ്പോൾ അതിലൊരു പുതുമയില്ല എന്ന ആ വാദം അവിടെ പൊഴിയാണ്. അടുത്തതായി പിണറായി വിജയൻ എന്നല്ല P വിജയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ P വിജയൻ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാകാതിരിക്കുമല്ലോ. അപ്പോൾ മുൻ മുഖ്യമന്ത്രി എന്ന് കൃത്യമായി പറയുന്നു. എന്താണ് അങ്ങനെ പറയാനിടയാകുന്നത്? എൻ്റെ മകളാണ് വീണ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ എന്തിനാണ് എൻ്റെ പേര്, ഈ സ്ഥാനപ്പേര് അടക്കം വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞത്? പറയണ്ടേ? കാരണം പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ പറയുന്ന വീണയ്ക്ക് ശശീന്ദ്രൻ കർത്ത കടം കൊടുത്തത്. 25 ലക്ഷം വീതം 2 തവണയായിട്ട് കടം കൊടുക്കുന്നത്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി അല്ല, പിണറായി വിജയന് രാഷ്ട്രീയമായ ഒരു ബന്ധവുമില്ല എങ്കിൽ വീണ ടീക്ക് ശശീന്ദ്രൻ കർത്ത കടം കൊടുക്കുമോ? ഇപ്പോൾ മാധവോ ഞാനോ പോയാൽ നമുക്ക് കടം തരുമോ? ഇല്ല. പിണറായി വിജയൻ എന്നുള്ള ഐഡന്റിറ്റി അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മകൾക്ക് കിട്ടിയത്. പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴാണ് എക്സാലോജിക്കിനും ഈ വീണയ്ക്ക് സ്വന്തമായിട്ടും ഈ മാസപ്പടി എന്ന വാക്ക് പ്രയോഗിക്കരുതെന്ന് പറയുമ്പോൾ മാസാമാസം തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് വേറെ എന്ത് വാക്ക് ഇട്ട് ഉപയോഗിച്ചാലും മാസാമാസം തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു സേവനവും കൊടുത്തിട്ടില്ല എന്ന് ഈ പറയുന്ന ഇപ്പോൾ നിഷേധിക്കുന്ന ഡയറി കുറിപ്പുകളാണ് നിഷേധിക്കുന്നത്. ഈ ഡയറി കുറിപ്പുകളിൽ നിന്ന് തന്നെയാണ് വ്യക്തമായിട്ടുള്ളത്. ഈ ഡയറി കുറിപ്പുകൾ നിങ്ങൾക്ക് ചില സമയത്ത് പ്രശ്നം, ചില സമയത്ത് നല്ലത് എന്ന രൂപത്തിൽ പറയാൻ പറ്റില്ല. അതിൽ തന്നെയാണ് ഈ പറയുന്ന PV, പിന്നെ RC, OC തുടങ്ങിയ പേരുകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ആ ചുരുക്കപ്പേരുകളിലേക്കും പോകുമെന്ന് തന്നെയാണ് ഈ കടലാസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ പറയുന്നത് അല്ല നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്തല്ലല്ലോ ED അന്വേഷിക്കുക. ED എല്ലാ തരത്തിലും സംശുദ്ധമായി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നൊരു വാദമൊന്നും നമുക്കില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു കേസുണ്ട്. കാരണം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഇപ്പോൾ ഈ കോടികളൊക്കെ വളരെ ചെറിയ കോടികളായി തോന്നുമ്പോൾ പിണറായി വിജയന്റെ മകൾക്ക് സ്വാശ്രയ കോളേജിലെ പഠനത്തിന് തൊട്ടു പിന്നാലെ ഒരു വൻ വ്യവസായിയുടെ കമ്പനിയിൽ CEO ആയി നിയമനം കിട്ടുകയാണ്. ഒരു കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു CEO പോസ്റ്റ് കിട്ടുമോ? അതെങ്ങനെയാണ് സാധിക്കുന്നത്? പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ്. അതിനുശേഷമാണ് ഈ എക്സാലോജിക് എന്ന കമ്പനി, പിണറായി വിജയൻ പറഞ്ഞതുപോലെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പെൻഷൻ പറ്റിയ തുക, എത്ര തുകയുണ്ടാകും ഒരു ടീച്ചർ പെൻഷൻ പറ്റുമ്പോൾ നമ്മുടെ മുന്നിൽ അറിയുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ തുക കൊണ്ട് ഒരു ചെറിയ കമ്പനി തുടങ്ങുന്നു. ലേക്കർ ഇന്ത്യയെക്കുറിച്ച് ഇതുവരെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ?
ലേക്കർ ഇന്ത്യ എങ്ങനെയാണ് ഇപ്പോൾ ലേക്കർ ഇന്ത്യ GST നമ്പർ വരെ കളവാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. 15 അക്കങ്ങൾ ഉണ്ടാകേണ്ട നമ്പർ 14 അക്കമേ ഉള്ളൂ. ഇപ്പോൾ അതിൽ GSTക്ക് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ രണ്ടുടമകളുടെയും പേര്, ആ കെട്ടിടത്തിന്റെ രണ്ടുടമകളുടെയും പേര് വേണ്ടേ? അതിൽ ഈ പറയുന്ന ഡോക്ടർ അനീസിന്റെ പേര് മാത്രമാണ് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ അടിമുടി ദുരൂഹതയാണ്. ഈ പറയുന്ന മുഹമ്മദ് റിയാസിലേക്ക് നേരിട്ട് തെളിവില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ശരിയാണ്, ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നായിട്ടുള്ള തെളിവുകളൊന്നും നമ്മുടെ മുന്നിലേക്ക് ഇതുവരെ ഈ വാർത്താക്കുറിപ്പിലില്ല. പക്ഷേ ഈ പറയുന്ന പേരുകൾ മുഴുവൻ റിയാസിന്റെ ആത്മമിത്രങ്ങളാണ്. ഇല്ല, ഈ വാർത്താക്കുറിപ്പ് പറയുന്ന പേരുകൾ എന്ന് പറയുന്നത് വീണ ടിയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയതാണെന്നാണ് അല്ല ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പത്രം കൊടുത്ത ഒരു വാർത്ത മാത്രമായിട്ട് നമ്മൾ പറയേണ്ട. നമ്മൾ ഈ വാർത്താക്കുറിപ്പിനെയാണ് ഉദ്ധരിക്കുന്നത്. ഒരു പത്രം കൊടുത്ത വാർത്ത അല്ല, അത് അദ്ദേഹം പറഞ്ഞോട്ടെ, അത് അങ്ങയുടെ കൂടത്തിൽ പറഞ്ഞോളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന ഇത്ര കാര്യമുള്ളൂ. എന്നെ സംബന്ധിച്ച് അത്ഭുതം തോന്നിയ കാര്യം അത് അത്ര വലിയ കോടിയല്ല എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. പിന്നീട് എൻ്റെ മകളായതുകൊണ്ടാണല്ലോ എന്നുള്ളതാണ്. എൻ്റെ മകളായതുകൊണ്ട് വേട്ടയാടുകില്ല, അദ്ദേഹത്തിൻ്റെ മകളായതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ മകൾക്കായി പ്രത്യേക പരിഗണന കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ആ പരിഗണന അഴിമതിയായി വളർന്നതിനെ കുറിച്ചാണ് ചോദ്യം. അത് 2.78 എന്നുള്ള തുക മാറി ഇപ്പോൾ അത് 20 കോടിയിലേക്ക് പുറത്തേക്ക് പണം കടത്തുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മുടെ ചോദ്യമായി നിൽക്കുന്നത്. ഈ പറയുന്ന കമ്പനി ഒരു കറക്ക് കമ്പനിയാണ് എന്നുള്ളതാണ്. ഇത് ഷെൽ കമ്പനിയാണെന്നതിന്റെ വിവരങ്ങളാണ് ED മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഇതൊക്കെ തെളിയുമെന്നൊന്നും നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. EDയുടെ അന്വേഷണം പാതി വഴി അല്ലല്ല, ഇതുവരെ നമ്മുടെ മുന്നിൽ നിഷേധിച്ചിട്ടില്ല. വീണ ടി നിഷേധിച്ചിട്ടില്ല. ആരോപണ വിധേയ കേസ് നേരിടുന്ന വീണ ടി ഇതുവരെ ആവശ്യങ്ങളുണ്ട്. വീണ ടി ഇതുവരെ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല. ഈ പറയുന്ന സേവനം നൽകിയിട്ടില്ല, കോടതിയിലേക്ക് സേവനം ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കോടതിയിൽ ഇതിനകം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞ രേഖകളുണ്ട്. അതിൽ സേവനമില്ല എന്ന് തെളിയിക്കാൻ സേവനം ഇല്ല എന്ന് EDയോട് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വിശ്വസിക്കേണ്ട ഒറ്റ കാര്യം കൊണ്ടാണ് അവർ അതിനെതിരെ കോടതിയിൽ പോയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് ഈ പറയുന്ന പിണറായി വിജയന്റെ മകളും വിസ്തീർണം നൽകിയിട്ടില്ല, പിണറായി വിജയനും വിസ്തീർണം നൽകിയിട്ടില്ല. അദ്ദേഹം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഒരു ഘട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. സംസ്ഥാനത്തെ ഗ്രഹിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പറയുന്നു. ED വിഷയം പറയാൻ വന്ന വാർത്താ സമ്മേളനമായതുകൊണ്ട് അത് നന്നായി അങ്ങ് വിശദീകരിക്കുന്നു. അതിലേക്ക് ചോദ്യത്തിൽ കിടക്കുമ്പോൾ പഴയ മുഖ്യമന്ത്രി കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ തൽക്കാലം നിർത്താം, ബാക്കിയൊക്കെ പിന്നീട് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൂടി പറയാൻ താല്പര്യമുള്ള വിഷയം നാടകവുമായി ബന്ധപ്പെട്ട ആ ചോദ്യം വന്നപ്പോൾ അദ്ദേഹം ഒന്നുകൂടി വിശദമായി പറയുന്നു. അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ പറയുന്നു. ഏതായാലും ഒരു വാർത്ത അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഞാൻ പറഞ്ഞ വളരെ ക്ലാരിറ്റിയുള്ള വാർത്ത, CPക്ക് എന്തായാലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടില്ല എന്നുള്ളതാണ്. ED വിഷയത്തിൽ അദ്ദേഹം ഒരു റേഡിയോ ഓൺ ചെയ്ത പോലെ ചില കാര്യങ്ങൾ പറയുകയും ചോദ്യങ്ങളെ നേരിടാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. തിരിച്ചെത്താം മധു, മറുപടി വ്യക്തമാണോ? മറുപടി അവിടെ നിൽക്കട്ടെ. ചോദ്യങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല എന്നതാണ്. പിണറായി വിജയൻ പണ്ട് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പഴയ വിജയൻ പുതിയ വിജയൻ എന്നത്. ഇന്ന് അവിടെ മാധ്യമപ്രവർത്തകർ പഴയ വിജയൻ ആണ് എന്ന് കരുതി എന്ന് വിചാരിക്കുന്നു, പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാരണം ആ നിലയ്ക്കായിരുന്നു ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ. കാരണം ചോദ്യങ്ങൾ അനവധി ഉണ്ടായിരുന്നു, അതൊന്നും ചോദിക്കപ്പെട്ടില്ല എന്നതുകൂടിയുണ്ട്. ഒന്ന്, ഈ EDയുടെ വാർത്താക്കുറിപ്പിന് പിന്നാലെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ ലേക്കർ ഇന്ത്യ കോർപ്പിനെ കുറിച്ചാണ്. ഞാനതിപ്പോഴും അതൊരു വലിയ വെളിപ്പെടുത്തൽ എന്ന നിലയ്ക്കൊന്നും അല്ല പറയുന്നത്. ആരോപണം എന്ന് പറയുന്നത് ലേക്കർ ഇന്ത്യ കോർപ്പാണ്. ലേക്കർ ഇന്ത്യ കോർപ്പ് വീണ വിജയനുമായി ബന്ധപ്പെട്ട കമ്പനി തന്നെയാണ്. അത് വീണ വിജയനോ മുഹമ്മദ് റിയാസോ ഒന്നും നിഷേധിക്കുന്നില്ല. അത് മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസിന്റെ നാമനിർദ്ദേശ പത്രികയിലടക്കം പറഞ്ഞിട്ടുള്ള ഒന്നാണ്. അത് ഷെൽ കമ്പനിയാണ് എന്ന ആരോപണം ഉൾപ്പെടുന്ന വാർത്തകൾ വരികയാണ്. ഒന്ന്, അതിന് ഒളവണ്ണ പഞ്ചായത്ത് ലൈസൻസ് നൽകിയിട്ടില്ല, ലൈസൻസ് നൽകാത്തതിന്റെ കാരണം രേഖകളിലെ അവ്യക്തതയാണ് തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. രണ്ടാമത് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്നത് തന്നെയാണ്, ആദ്യത്തേത് പോലെയല്ല. അപ്പോൾ അങ്ങനെ ലൈസൻസ് കിട്ടാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ റെന്റൽ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട്, റെന്റൽ എഗ്രിമെന്റിൽ വീണ വിജയന്റെ പേരില്ല, പക്ഷേ ലൈസൻസുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ കൂടി ഉണ്ട് എന്നതുകൊണ്ടാണ്. അപ്പോൾ ആ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ ലേക്കർ ഇന്ത്യ, ഇന്ന് ആ വാർത്ത വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ചിരി വന്നു. ലേക്കർ ഇന്ത്യ ഷെൽ കമ്പനി അല്ല എന്ന് വ്യക്തമാക്കി ലേക്കർ ഇന്ത്യ എന്നതാണ് ആ വാർത്തയുടെ ഒന്നാമത്തെ വരി എന്ന് പറയുന്നത്. അപ്പോൾ ലേക്കർ ഇന്ത്യ പിന്നീട് അതിനുശേഷം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് രേഖകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായി, അത് തിരുത്തി നൽകാനുള്ള നടപടികൾ ഉടനടി കൈക്കൊള്ളും. ഏതുടനടി? 3 വർഷക്കാലം ആ ഉടനടി ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ വാർത്തകളും വിവാദങ്ങളും ആയ പശ്ചാത്തലത്തിൽ ഈ രേഖകൾ തിരുത്തി കൊടുക്കാനുള്ള നടപടി ഉണ്ടാകും എന്നതാണ്. കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഇനിയിപ്പോൾ ഒരു റെന്റൽ എഗ്രിമെന്റ് ഉണ്ടായാൽ മതി. കഴിഞ്ഞ 3 വർഷക്കാലം അപ്പോൾ റെന്റ് കൊടുക്കുന്നു, ഈ പറയുന്ന എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു, അത് പക്ഷേ ഡോക്ടർ അനീസിന്റെ പേരിൽ മാത്രമാണ്. ഇനിയിപ്പോൾ വീണ വിജയനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലൊരു വീണ ടിയെ കൂടി
ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ റെന്റൽ അഗ്രിമെന്റ് ഉണ്ടാക്കി അത് കൊണ്ടുപോയി കൊടുത്താൽ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ കിട്ടും എന്നതാണ്. ഈ ലേക്കർ ഇന്ത്യ കോർപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ചോദ്യം പോലും ഉണ്ടായിട്ടില്ല എന്നതാണ്. നോക്കൂ, വീണ ടി ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്ക് അതിനെ കാണേണ്ടതില്ല, വീണ വിജയൻ എന്ന് പറയേണ്ടത് പോലുമില്ല എന്ന് പറയുമ്പോൾ തന്നെ മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ ഇന്നെന്താണ് പറയുന്നത്? എന്റെ മകൾ, അതിലാർക്കും സംശയമൊന്നുമല്ലോ, അതിന്റെ പേരിലാണ് ഈ നടപടികൾ ഉണ്ടാകുന്നത് എന്നതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു എന്റെ മകൾ എന്ന നിലയ്ക്കാണ് പാർട്ടി ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നത് എന്ന്. പിണറായി വിജയൻ എന്ന CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ മകൾ എന്ന നിലയ്ക്ക് തന്നെയാണ് പാർട്ടി ഇതിനെ ഒരു രാഷ്ട്രീയ വേട്ടയായി കാണുന്നത്. ആരോപണങ്ങൾ പക്ഷേ പിണറായി വിജയൻ എന്റെ മകൾ എന്ന നിലയ്ക്ക് കാണാൻ പാടില്ല, കമ്പനി പക്ഷേ പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്ക് കാണാൻ പാടില്ല, അത് വീണ എന്ന സ്വതന്ത്ര വ്യക്തിയെ കാണണം. അതൊരു ഇരട്ടത്താപ്പല്ലേ, വളരെ പ്രകടമായ ഇരട്ടത്താപ്പല്ലേ. അപ്പോൾ ഒന്നുകിൽ പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്ക് സംരക്ഷിക്കപ്പെടരുത്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്ക് ആരോപണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കരുത്. അപ്പോൾ ലേക്കർ ഇന്ത്യ കോർപ്പിനെ കുറിച്ച് ഒരു ചോദ്യം പോലും ഇന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. ആ പ്രിവിലേജ് എങ്ങനെ ഉണ്ടാകുന്നു എന്നത് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തെ കാര്യം, സിം, നന്ദുലാലിന്റെ പേരിലാണ് സിം ഉണ്ടാകുന്നത്. നോക്കൂ, ഈ സിം എടുക്കാൻ കഴിയാത്ത യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. നന്ദുലാൽ തന്നെ നൽകിയ മൊഴിയാണ്. ഇനി അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ നിമിഷം വരെ അത് PM മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ വീണ ടിയോ നന്ദുലാലോ നിഷേധിച്ചിട്ടില്ല. പുറത്ത് മാധ്യമപ്രവർത്തകരുടെ മുന്നിലോ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പോലെയോ അത് നിഷേധിച്ചിട്ടില്ല. വീണയും PM മുഹമ്മദ് റിയാസും ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് സിം എടുത്തു നൽകിയത് എന്നാണ് അത്രേ ഇഡിക്ക് നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും ഉണ്ടായിട്ടില്ല പിണറായി വിജയനോട്. ഇനി ഏറ്റവും ആത്യന്തികമായുള്ള ചോദ്യം എന്താണ് സേവനം? ഇതുവരെയും CPM-ന് ഒരിക്കലും വിശദീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്താണ് സേവനം എന്നത് സംബന്ധിച്ച്. അങ്ങനെ ഒരു ചോദ്യം പിണറായി വിജയന് ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല, അദ്ദേഹത്തിന് അതിന് മറുപടി പറയേണ്ടി വന്നിട്ടില്ല. ഇനി എന്തുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്ക് പാർട്ടി പ്രതിരോധിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പിണറായി വിജയന്റെ മകൾക്ക് എന്തിന് ശശിധരൻ കർത്തയുടെ സ്ഥാപനവുമായി ഒരു ഇടപാട് എന്നത്? അപ്പോൾ സ്വതന്ത്ര വ്യക്തിക്ക് ശശിധരൻ കർത്തയുമായി ഇടപാടുണ്ടായിക്കൂടെ? ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നത് ആവാം, പക്ഷേ പ്രതിരോധം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്കാകരുത്. അങ്ങനെയാണ് പാർട്ടി പ്രതിരോധിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ശശിധരൻ കർത്ത അമ്മയുടെ പെൻഷൻ കാശുമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനം തുടങ്ങി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇഡി തന്നെ വ്യക്തമാക്കുന്നത് വീണയുടെ മുഖ്യ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് CMR-ലുമായി ബന്ധപ്പെട്ട ഇടപാടുകളായിരുന്നു എന്നതാണ്. അപ്പോൾ അതിന്റെ മുഖ്യ സാമ്പത്തിക സ്രോതസ്സായി കരിമണൽ കർത്ത എന്ന് വിളിപ്പേരുള്ള ശശിധരൻ കർത്ത, അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ആ ഇടപാട് വരുന്നതെങ്കിൽ അതിലൊരു ചോദ്യവും പറച്ചിലും ഉണ്ടായിരിക്കില്ലേ? പാർട്ടിയും പാർട്ടി കുടുംബാംഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഇടപാടുകൾ പാർട്ടി സൂക്ഷ്മമായി നിരീക്ഷിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം ഉള്ള, അങ്ങനെ പാർട്ടി വളരെ സുതാര്യമായി കാണുന്നില്ലാത്ത, പാർട്ടിയുടെ രാഷ്ട്രീയ നയ നിലപാടുകൾക്ക് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരാളുമായിട്ടുള്ള ഇടപെടൽ വേണ്ടതില്ല എന്നൊരു ഡയറക്ഷൻ എന്തുകൊണ്ടുണ്ടായില്ല? സ്വതന്ത്ര വ്യക്തി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെയല്ല കാണുന്നതെങ്കിലും. അപ്പോൾ എന്തുകൊണ്ട് ശശിധരൻ കർത്ത എന്ന ചോദ്യം ഒരിക്കലും അങ്ങ് ചോദിച്ചിട്ടില്ലേ എന്ന ചോദ്യം പിണറായി വിജയന് നേരിടേണ്ടി വരുന്നില്ല. അദ്ദേഹം ചോദിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയുന്നില്ല. ഇനി ഇതേ ശശിധരൻ കർത്തയുടെ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി എന്തിന് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ കരാർ ഉണ്ടാകുന്നതിന് മുമ്പ്, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കരാർ ഉണ്ടാകുന്നതിന് മുമ്പ് വീണയ്ക്ക് വായ്പ കൊടുത്തു? എന്താണ് ഇപ്പോൾ നോക്കൂ, അങ്ങനെ ഒരു കൈവായ്പ വാങ്ങുന്ന നേരത്ത് പോലും വീണ പിണറായി വിജയനുമായി ആ കാര്യങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടില്ലേ, ആശയവിനിമയം നടത്തിയിട്ടില്ലേ? അങ്ങനെ ഒരു വായ്പ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് വാർത്തകൾ വന്നപ്പോഴെങ്കിലും എന്തിനു വാങ്ങി എന്നൊരു ചോദ്യം ഉണ്ടായിട്ടില്ലേ? തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരുന്നില്ല. എന്തിനാണ് ശശിധരൻ കർത്തയിൽ നിന്ന് ഇത്രയും ഭീമമായ തുക വായ്പ വാങ്ങിയത്? എന്തുകൊണ്ടാണ് അത് മുഴുവനായും തിരിച്ചടയ്ക്കാത്തത്? ഇപ്പോഴും ആ ബാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ വീണയുടെ ആ ബാധ്യതയിൽ അത് വീട്ടണമെന്നൊരു കാര്യം പോലും ആവശ്യപ്പെടാൻ ഇവർക്ക് രണ്ടുപേർക്കും, PM മുഹമ്മദ് റിയാസിനോ അല്ലെങ്കിൽ പിണറായി വിജയനോ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളില്ലേ എന്ന ചോദ്യം അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഈ കാലഘട്ടത്തിൽ എവിടെയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് ഇന്നും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഇനി ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കെ തന്നെ എന്തിന് പാർട്ടി ഇത് വിശദീകരിക്കണം എന്ന ചോദ്യം അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എന്താണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും സ്വീകരിച്ച നിലപാട് എന്നത് ആവർത്തിച്ച് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലടക്കം കേൾക്കുകയാണ്. എന്തിന് പാർട്ടി ഇത് വിശദീകരിക്കണം? രണ്ട് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സുതാര്യമായ ഇടപെടലുകൾ എന്ന് പാർട്ടി വിശദീകരിച്ച ഒരു കരാറിനെ എന്തിന് പാർട്ടി പ്രതിരോധിക്കണം? അങ്ങനെയെങ്കിൽ പിണറായി വിജയന്റെ മകളും പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയന്റെ മകളും ഒരു കമ്പനിയും തമ്മിലുള്ള ഇടപാട് അത് പാർട്ടിക്കെതിരായ രാഷ്ട്രീയ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്നു എന്നാകണമായിരുന്നു അന്ന് സംസ്ഥാന സമിതിയുടെ ഈ പറയുന്ന വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടത്. ഒരു സ്വതന്ത്ര വ്യക്തിയും ഒരു കമ്പനിയും തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണെങ്കിൽ അത് എന്തിനു പാർട്ടി വിശദീകരിക്കണം? ഇനിയിപ്പോ മുതലക്കുളത്ത് എന്തിനത് വിശദീകരിക്കണം എന്നതുകൂടിയുണ്ട്. ഇനി ഈ വാർത്താക്കുറിപ്പ് നിങ്ങൾ എല്ലാവരും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 20 കോടിയിലധികം വരുന്ന ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉള്ള അല്ലെങ്കിൽ ഇടപാടുകളുള്ള അക്കൗണ്ടിനെ കുറിച്ചുള്ള കയ്യെഴുത്ത് പ്രതികൾ അവിടെ നിന്ന് കണ്ടെത്തി എന്ന്
പറയുന്നു എന്ന് ED പറയുന്നു. അത് വിശ്വാസത്തിലെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. 85 ലക്ഷത്തിലധികം രൂപയുടെ AED ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നു എന്നത് പറയുന്നു. ഇതൊക്കെ പച്ചക്കള്ളവും ഇതൊക്കെ പരമാർത്ഥരഹിതവുമാണ് എന്നിരിക്കട്ടെ, ഇതൊരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമല്ലോ. ED വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ, നേരത്തെയാണെങ്കിൽ ഈ പറയുന്ന സെലക്റ്റീവ് ലീക്കേജ് ആണ്, ആര് കൊടുത്തു എന്ത് പറഞ്ഞു എന്നില്ല. ഇതിപ്പോ പബ്ലിക്കിന് മുന്നിലുള്ള ഡോക്യുമെന്റ് ആണ്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അന്വേഷണ മധ്യത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ട് അപഹാസ്യകരമായ രീതിയിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാം. ഡോക്യുമെന്റ് ഉണ്ടല്ലോ പുറത്ത്, ഈ പറയുന്ന 20 കോടിയിലധികം സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ED ഇങ്ങനെ ഒരു അന്വേഷണത്തിനിടയിൽ വാർത്താക്കുറിപ്പിറക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ അടക്കം രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കുന്നു. ഈ വാർത്താക്കുറിപ്പ് പിൻവലിക്കണം, വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഇത്, അത് പിൻവലിക്കണം, ED ആ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാം. അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇത് ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയൻ ഇത് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ മുതലക്കുളത്ത് ആരാണ് വിശദീകരിക്കുക, എന്താണ് വിശദീകരിക്കുക, അല്ലെങ്കിൽ വിശദീകരിക്കേണ്ട കാര്യം എന്താണ്? ഔദ്യോഗികമായി പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പറയേണ്ടതില്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ 91-ലെ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറയുന്നുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയേണ്ടതുള്ളൂ എന്നാണ് നിലപാടെങ്കിൽ അതൊന്നും പറയേണ്ടതില്ല എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെയും നിലപാട്. പക്ഷെ അതൊക്കെ പറയുന്നുണ്ട്, കാരണം അതൊക്കെ മാസാണ്. പക്ഷെ പറയേണ്ടുന്ന കാര്യങ്ങൾ പറയുന്നില്ല. അത് പറഞ്ഞാൽ ക്ഷീണമാകുമെന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല. അതുകൊണ്ട് വ്യക്തതയില്ലാത്ത മറുപടി എന്നത് തന്നെയാണ് എൻ്റെ നിലപാട്. തിരിച്ച് ചർച്ചയിലേക്ക് ശ്രീ ആന്റോ, മറുപടി വ്യക്തമാണോ? ഞാൻ പറയുന്നത് ഈ 182 കോടി രൂപ CMRL വിവിധ ആൾക്കാർക്ക് കൈക്കൂലി കൊടുത്തതുമായി ബന്ധപ്പെട്ട കേസാണ് ED അന്വേഷിക്കുന്നത്. അത് ED വ്യക്തമായിട്ട് ഈ പറയുന്ന വാർത്താക്കുറിപ്പിൽ കൂടി എല്ലാ സംവിധാനത്തിൽ കൂടെയും ED പറയുന്നുണ്ട്. അപ്പോൾ ED പറയുന്ന സമയത്ത് ഈ 182 കോടി രൂപ ഈ പറയുന്ന 2.78 കോടി രൂപ കഴിച്ചിട്ട് ബാക്കി 179 കോടി രൂപ എന്ന് പറഞ്ഞാൽ 180 കോടി രൂപ അവർ കാൽക്കുലേറ്റ് ചെയ്താൽ ഈ 180 കോടി രൂപയിൽ അന്വേഷണം എവിടെ എത്തി എന്നുള്ളതും കൂടെ പറയണ്ടേ? കാരണം എത്ര നാളായി ഇത്, ഏകദേശം 2 വർഷത്തിന് മേലെയായല്ലോ. എക്സാലോജിക്ക് തുടങ്ങി, എക്സാലോജിക്കിനെ കുറിച്ച് പറയുന്നു, ഈ പറയുന്ന CMRLനെ കുറിച്ച് പറയുന്നു, CMRLൽ കിട്ടിയിരുന്ന ഡയറിയെക്കുറിച്ച് പറയുന്നു, ഡയറിയിലെ പേരുകളെക്കുറിച്ച് പറയുന്നു, ഇൻട്രി സെറ്റിൽമെൻറ്റിൻ്റെ മുന്നിൽ CMRL വെളിപ്പെടുത്തിയ കണക്കിനെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഡാറ്റ ഈ സമൂഹത്തിന് മുന്നിലുള്ള സമയത്ത് ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ എന്ന് പറഞ്ഞിട്ടൊരു പത്രക്കുറിപ്പ് ഇറക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അസ്വാഭാവികത ആർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ കണ്ണിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം 182 കോടി രൂപ പോയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല പിണറായി വിജയൻ്റെ മകൾ ഒരു ദിവസം ജയിലിൽ പോയ സന്തോഷമാണ് എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ ഒരുപറ്റ മാധ്യമങ്ങളും കുറച്ച് ആൾക്കാരും ഇറങ്ങി തിരിച്ചിട്ടുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണ്? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന സർക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന EDയും ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന അന്വേഷണ ഏജൻസികളോടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് 182 കോടി രൂപയിൽ ബാക്കി വരുന്ന 180 കോടി രൂപ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് ചോദിക്കാൻ പറ്റാത്തതിന് കാരണം എന്താണ്? ഈ 180 കോടി രൂപയിൽ ബഹുഭൂരിപക്ഷം വാങ്ങിയിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. അതിനകത്തൊരു ഔചിത്യക്കുറവില്ലാതെ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു മാര്യതകേട് ഞാൻ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അതിശയം തോന്നുകയാണ്. എന്തായാലും റിപ്പോർട്ടർ TVക്ക് ആ ഗതികേടില്ല. കാരണം റിപ്പോർട്ടർ TVയിലേക്ക് എന്തായാലും 180 കോടിയിൽ ഒരു പൈസ പോലും വന്നിട്ടില്ല. പക്ഷേ ബാക്കി വരുന്ന 5-6 പ്രധാനപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം ഇതിൻ്റെ അകത്ത് 3, 4, 5 കോടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഓൾറെഡി CMRL ഇൻട്രി സെറ്റിൽമെൻറ്റ് മുന്നിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന്, മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 182 കോടിയിൽ ഈ 2.89 കോടി രൂപ ചോദിക്കാത്തതിന് കാരണം അതിൽ തന്നെയുണ്ട്. പറയണ്ടേ? ഈ വാർത്ത എഴുതിയ മനോരമ എത്ര വാങ്ങിയെന്ന് മനോരമ എഴുതണ്ടേ? ഇന്ന് വാർത്ത പറയുന്ന മാതൃഭൂമി എത്ര എഴുതിയെന്ന് മാതൃഭൂമി പറയണ്ടേ? ഈ CMRL നിന്നും മനോരമയ്ക്ക് എത്ര കിട്ടി, ഈ പറയുന്ന മാതൃഭൂമിക്ക് എത്ര കിട്ടി എന്നുള്ള, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് എത്ര കിട്ടി എന്നൊക്കെ പറയണ്ടേ? അല്ലെങ്കിൽ ഇത് പറയില്ല, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഓക്കെ, ശരി, അങ്ങനെ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ 180, അപ്പോൾ ഞാൻ പറയുന്നത് ഇത് മൊത്ത കച്ചവടമാണല്ലോ, കൂട്ടുകച്ചവടം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. രാഷ്ട്രീയ മാധ്യമ ഭൂപ്രഭുക്കളെല്ലാവരും കൂടെ നടത്തിയിട്ടുള്ള ഒരു കച്ചവടം. ഈ കച്ചവടത്തിൻ്റെ ഒരു ഭാഗം മാത്രം അന്വേഷിക്കുകയും ആ ഭാഗത്തിൻ്റെ ഒരാളെ മാത്രം പിടിച്ച് ജയിലിട്ടാലും മതിയോ? അപ്പോൾ ഇവർ പറയണ്ടേ? അപ്പോൾ ഇവർ തന്നെ എഴുതിയിരിക്കുകയാണ് CMRLൻ്റെ 182 കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം. ഈ 182 കോടി രൂപ ബ്രൈബാണെന്ന് എഴുതിയിട്ടുണ്ട്. പത്ര DC പറഞ്ഞിട്ടുണ്ടല്ലോ, അത് 182 കോടി രൂപ ബ്രൈബ് കൊടുത്തതാണ് എന്നുള്ളത് ഈ പറഞ്ഞ EDയുടെ ഈ പറഞ്ഞ പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൈബും ഇവർ വാങ്ങിയിട്ടില്ലേ? അപ്പോൾ ഇവരത് പറയണ്ടേ? അവർക്ക് അത് പുറത്തേക്ക് വിടാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുണ്ടല്ലോ.
വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആ ബ്രൈബ് കിട്ടിയ കമ്പനികളും ആ പറയുന്ന പത്രസ്ഥാപനങ്ങളും ആ നേതാക്കന്മാർക്കും അത് പറയാം. കാരണം അവരുടെ ഓഫീസിൽ തന്നെ കിട്ടിയതാണല്ലോ. ഈ പറയുന്ന പ്രിന്റ് തലേദിവസം എഴുതി CMRL 2.78 കോടി രൂപ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടിയതും ആ 2.78 കോടി രൂപ മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിൽ കൂടെ മറ്റേ ആൾക്ക് പോയ കഥയൊക്കെ പറയുന്ന സമയത്ത് സ്വന്തം അക്കൗണ്ടിൽ വന്ന കണക്കിൻ്റെ കാര്യം ഒന്ന് പറയേണ്ടവർ എന്തേ പറയാത്തത്? അപ്പോൾ അത് മാത്രം അന്വേഷിക്കണ്ടേ? അത് ED അന്വേഷിക്കണ്ടേ? അത് ED അന്വേഷിക്കേണ്ടെന്നുണ്ടോ? അത് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് വലുതാക്കുന്നത്. ഞാൻ പറയുന്നത് 180 കോടി രൂപ അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ഒരാളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അതിന് വക്കമായ വലിപ്പം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രിക്കുണ്ട്, മുഖ്യമന്ത്രി എന്ന് പറയുന്ന മകൾക്കുണ്ട്, അവരുടെ കമ്പനിക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എവിടെ ലേക്കർ ഇന്ത്യയോ 2017 10 ലക്ഷം രൂപ കണ്ടുവച്ച് തുടങ്ങിയ ഒരു കമ്പനി ഉണ്ട് എന്നാണ് പറയുന്നത്. 2023 തുടങ്ങിയൊരു കമ്പനി ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ 2023 സേവനത്തിൻ്റെ പൈസ അല്ലല്ലോ എന്തായാലും ഇത്, അതിന് ശേഷം തുടങ്ങിയതല്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത് ഈ 180 കോടി രൂപയെ കുറിച്ച് അന്വേഷണം വരാനേ പാടില്ല. അതാണ് അജണ്ട. ഞാൻ പറയുന്നത് പണ്ട് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട്. ഈ മാധ്യമ സിൻഡിക്കേറ്റിന് എങ്ങനെയാണ് വാർത്തകളെ കൈകാര്യം ചെയ്യേണ്ടതെന്നോ നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ കയ്യിൽ എല്ലാം പൈസ കിട്ടിയിട്ടുണ്ടല്ലോ, എല്ലാം പൈസ കിട്ടിയിട്ടുണ്ട്. അത് CPM-ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പരാജയം. ഞാൻ പറയും ഇന്നത്തെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൻ്റെ പരാജയം എന്താണെന്ന് പറഞ്ഞാൽ ഈ 180 കോടി രൂപ ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങൾ വാങ്ങി എന്ന് പറയണം എന്ന് പറയാത്തതാണ് ഇന്നത്തെ അതിൻ്റെ വിശദീകരണം ഇല്ലാത്തത് പോയത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരാജയം. ഇതെന്തുകൊണ്ട് CPM-ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല? 182 കോടി രൂപയുടെ കണക്കെടുത്ത് എന്തുകൊണ്ട് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല? അല്ല ആയിക്കോട്ടെ. അപ്പൊ അതിൻ്റെ അകത്ത് RC-യും KC-യും മറ്റേ KC ഇല്ല കേട്ടോ, KVO OC ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെന്താ ചർച്ച ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ ഇത് CPM-ഉം പിണറായി വിജയൻ്റെ മകളും മാത്രം അനുഭവിച്ചാൽ മതി എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ വാർത്ത എഴുതിയ മനോരമയുടെ മുതലാളിയെ കുറിച്ച് പറയാൻ പിണറായി വിജയൻ്റെ നാക്ക് പൊന്തി എന്നുള്ളതാണ്. പക്ഷേ അത് അവരെത്ര മേടിച്ചു എന്ന് ചോദിക്കാനുള്ള നാക്ക് പൊന്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് പറ്റാതെ പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളിതിനകത്ത് എടുക്കുന്നുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഈ ഇരട്ടത്താപ്പ് ഒഴിവാക്കുക. ഞാൻ പറയുന്നത് ഒരു മിനിറ്റ്, ഞാനിത് ക്ലാരിറ്റിയോടെയാണ് പറയുന്നത്, അല്ലാതെ ഞാനിത് ആകാശത്ത് ഉണ്ടാക്കിയിട്ടൊന്നും പറയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് 182 കോടി രൂപ സർക്കാരിൻ്റെ പൈസ അല്ലെങ്കിൽ രാജ്യത്തെ കൊള്ളയടിച്ച പൈസയാണല്ലോ പോയിട്ടുണ്ടാവുക. അതാണല്ലോ ED പറയുന്നത്, അതാണ് അന്വേഷണ ഏജൻസി പറയുന്നത്. അത് കൈക്കൂലി കൊടുക്കാൻ ഉപയോഗിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 182 രൂപ ആർക്കൊക്കെ മേടിച്ചു എന്ന് പറയുന്നത് വാലിഡായ ക്വസ്റ്റ്യൻ അല്ലേ? അതിൽ അന്വേഷണം നടത്തണ്ടേ? അത് ഈ പറയുന്ന എല്ലാവരും അതിൻ്റെ ഭാഗമല്ലേ? അതിൻ്റെ അകത്ത് UDF-ൻ്റെ നേതാക്കന്മാരുണ്ട്, ഇനി CPM-ൻ്റെ നേതാക്കന്മാരുണ്ടെന്ന് വെക്കുക, CPM എന്നാരുണ്ട്, നിങ്ങൾ അങ്ങനെയുള്ള ED പറയുന്നത് ശരി, അല്ലെങ്കിൽ അവരുണ്ടെന്ന് വെക്കുക, മാധ്യമങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് അന്വേഷണം പോകണ്ടേ? ഈ മാധ്യമങ്ങളുടെ വാർത്ത ആരാ കൊടുക്കുക? കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ പൈസ മേടിച്ച് വാർത്ത ആര് കൊടുക്കും? മാധ്യമങ്ങൾ കൊടുക്കുമോ? അത് ചോദ്യം ചെയ്യാനൊരു പാർട്ടി വേണം കേരളത്തിൽ, അത് ചോദ്യം ചെയ്യാനൊരു പ്രസ്ഥാനം വേണം. ആ പ്രസ്ഥാനം ചോദിക്കണ്ടേ, അതിന് മറുപടി പറയണ്ടേ? ഒരു മിനിറ്റ് പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യട്ടെ. അടക്കമുള്ള ആളുകളെ ED വിളിച്ച് ചോദ്യം ചെയ്തില്ല. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, അതെന്തുകൊണ്ട് വാർത്തയാവുന്നില്ല? ഞാൻ എന്റെ ചോദ്യം ഈ വീണ വിജയൻ, ഒരു മിനിറ്റ്, അതാണ് ഞാൻ പറയുന്നത്, അതിലേക്ക് ഞാൻ പറയുന്നത്, വീണ വിജയനെ ചോദിച്ച വാർത്തകൾ മുഴുവൻ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. വീണ വിജയനെ കുറിച്ചിട്ട് ചോദിച്ച കാര്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശശിധരൻ കർത്തന്റെ മകനെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ പുറത്തേക്ക് വരാത്തത്? ഞാൻ വായിച്ച വാർത്ത അവിടെ ചോദ്യം ചോദ്യം ചെയ്ത കഥയല്ലല്ലോ ഈ പറയുന്ന ബുക്കിന് നടക്കുന്നു. ഞാൻ പറയുന്നത് ചോദ്യം ചെയ്ത് ഇപ്പൊ വീണ വിജയനെ വീണ വിജയനെ ചോദ്യം ചെയ്ത കാര്യം, വിളിപ്പിച്ച കാര്യമല്ലല്ലോ വാർത്ത വായിക്കുന്നത്. വാർത്ത വായിക്കുന്നത് എന്താ? വീണ വിജയന്റെ അക്കൗണ്ട് പിടിച്ചെടുത്ത കാര്യം. ഇപ്പോൾ 82 കോടി രൂപ അല്ല 82 ലക്ഷം രൂപ പുറത്തേക്ക് AED ആയിട്ട് അയച്ചതിന് കണക്ക്. പിന്നെ ഒരു മിനിറ്റ് വാർത്ത, പിന്നെന്താണ് അവിടുത്തെ ഡയറി പിടിച്ചെടുത്ത കാര്യം, ഇതെന്തേ CMRL-ന്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് വരാത്ത? ആര് പറഞ്ഞു വന്നില്ല? എന്താ വന്നേ? ശശിധരൻ കർത്തിയുടെ ഡയറി പിന്നെ എവിടെ നിന്ന് വന്നതാ? ശശിധരൻ കർത്തി അവിടെ വന്നല്ല, അത് ഇൻട്രസ്റ്റ് ബോർഡിന് ഹാജരാക്കിയ ഡയറിയാണ്. അതെ, അത് പിടിച്ചല്ല. സെറ്റിൽമെന്റ് ബോർഡിന്റെ കണക്കിൽ വന്നത് ഈ പറയുന്ന ഇൻകം ടാക്സ് ഫയൽ ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതുമായി ബന്ധപ്പെട്ട അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെലക്ടീവ് ലീക്കേജ്. ഞാൻ എന്താ പറയുന്നത് അറിയോ? ഞാൻ പറയുന്നത്
തെറ്റിദ്ധരിക്കേണ്ട. ഈ പറഞ്ഞ 2.78 കോടി രൂപ വീണ വിജയൻ വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അത് ട്രാൻസാക്ഷൻ നടന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് 180 കോടി രൂപ കേരളത്തിലെ മാധ്യമങ്ങളിൽ രാഷ്ട്രീയക്കാരും മേടിച്ച് ബാക്കി എങ്ങനെ അന്വേഷിക്കുന്നു? ഒന്നാമത്തെ കാര്യം ഈ കടലാസിൽ തന്നെ പറയുന്നുണ്ട് 182 കോടിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിന് അതിനർത്ഥം അല്ല എവിടെ നിന്നെങ്കിലും തുടങ്ങണമല്ലോ. തുടങ്ങിയത് ഇതിലാണ്, തുടങ്ങിയത് അവസാനിപ്പിക്കട്ടെ. തുടങ്ങിയത് അങ്ങനെയല്ലല്ലോ നമ്മളാണ് ഓർഡർ പറഞ്ഞു കൊടുക്കേണ്ടത്. 182 കോടിയുടെ മറുപടി പിണറായി വിജയൻ പറയണോ? പിണറായി വിജയന്റെ മറുപടി വ്യക്തമാണോ എന്നാണ് ഇന്നത്തെ ചോദ്യം. പിണറായി വിജയന്റെ മറുപടി വ്യക്തമാണോ എന്നുള്ള പിണറായി വിജയന്റെ മറുപടി പിണറായി വിജയൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോദ്യം എന്താ? പിണറായി വിജയന്റെ മറുപടിയെ കുറിച്ചാണ് ചോദ്യം, ചോദ്യത്തെ കുറിച്ചല്ല. മറുപടി പറയാതിരിക്കാൻ ചോദ്യം ചോദിക്കാം. ഒരു മിനിറ്റ് മാധു, എന്തുകൊണ്ടാണ് നിങ്ങൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നത്? പിണറായി വിജയൻ എന്തിനാണ് ഈ പറയുന്ന ഈ പത്രസമ്മേളനത്തിൽ ഈ പറയുന്ന എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യം മറുപടി പറയണം എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അതാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞത് എന്റെ മകളോ ഞാനോ എന്റെ കൈ ശുദ്ധമാണ്, എന്റെ മകളോ ഞാനോ ഇതുപോലെയുള്ള ഒരു ഹവാല ഇടപാട് നടത്തിയിട്ടില്ലെന്ന് വ്യക്തമായി പറഞ്ഞല്ലോ. അല്ല, അതാണ് പ്രശ്നം. അങ്ങനെ ചോദിക്കുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് 180 കോടി കിട്ടുന്നില്ല? അതിന് കാരണമുണ്ട്. ആ 180 ഒരു പകുതി അവിടെ ഇരിക്കുന്നോണ്ടാണ്, ഇവരുടെ കയ്യിൽ കൂടി ഇരിക്കുന്നോണ്ടാണ്. അത് ചോദിക്കാനും പോകുന്നില്ല. അത് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. CMRLന്റെ കേസ് അവസാനിക്കണമെങ്കിൽ ഒരാൾ വേണം. ആ ഒരാളാരാ? അത് ഒരാൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. ആരൊക്കെയാണ്? കേരളത്തിലെ മാധ്യമങ്ങളും നേതാക്കന്മാരും പാർട്ടി വിരുദ്ധരും കൂടെ തീരുമാനിച്ചിരിക്കുന്നു. അത് പിണറായി വിജയന്റെ മകൾ. അതിനകത്ത് എല്ലാ ചേരുവയുണ്ട്. അതിനകത്ത് എല്ലാ ചേരുവയുണ്ട്. അതിൻ്റെ അകത്ത് ചേരുവ എന്ന് പറയുന്നത് ഇടതുപക്ഷം, അതിൻ്റെ അകത്ത് ചേരുവയുണ്ട്. അതിനകത്ത് പിണറായി വിജയൻ അതിൻ്റെ ചേരുവയാണ്. അതിനകത്ത് മുൻ മുഖ്യമന്ത്രി ചേരുവയാണ്. അത് പിണറായി വിജയന്റെ മകൾ അതിന് ചേരുവയാണ്. ഇപ്പോഴത്തെ MLA മുൻ മന്ത്രിയായ മുഹമ്മദ് ചേരുവ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു വാർത്താ ഏജൻസികളും ഈ മുഹമ്മദ് റിയാസിന്റെ പേര് ഒരു സ്ഥലത്ത് പോലും പരാമർശിച്ചിട്ടില്ല. ED ഒരു സ്ഥലത്ത് പോലും പരാമർശിച്ചിട്ടില്ല. ഈ പറയുന്ന വീണ വിജയന്റെ അക്കൗണ്ടിൽ നിന്ന് ED പറഞ്ഞിട്ടില്ല മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പൈസ പോയിന്ന്. പക്ഷെ മാധ്യമങ്ങൾ എഴുതുകയാണ് എന്ത്? മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിൽ നിന്ന് വീണ വിജയന്റെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വീണ ടിയുടെ അക്കൗണ്ടിൽ നിന്ന് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പോകും. അത് കല്യാണം കഴിക്കുന്നതിന് 4 വർഷം മുന്നേ പോയി എന്ന് പറഞ്ഞിട്ട് അത് എഴുതി പിടിക്കുന്ന സമയത്ത് അവർക്ക് അജണ്ട ഉണ്ട്, ആ അജണ്ട ഇല്ല എന്ന് കേരളത്തിൽ ഈ ചർച്ച അതാണ് നമ്മളടക്കം പറയണ്ട. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പ്രിവിലേജുകൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞ ഈ സിൻഡിക്കേറ്റ് എല്ലാം കൂടി ഒന്നിച്ചിറങ്ങി വരും. പ്രയോഗമൊക്കെ നേരത്തെ അതാണ് ഇന്ന് ചെയ്തത്. കാരണം ഈ കൊമ്പിലെ ചക്ക ഈ കൊമ്പിലെ ചക്ക എന്ന് ചോദിച്ചാണ് നിങ്ങൾ 2.79 കോടി രൂപ വീണ വിജയൻ മേടിച്ചത് വീണ വിജയൻ സമ്മതിച്ചല്ലോ. 7-8 കോടി അത് വീണ വിജയൻ മേടിച്ചത് വീണ വിജയൻ സമ്മതിച്ചല്ലോ. അതിന് സർവീസ് കൊടുത്തില്ലയോ? സർവീസ് കൊടുത്താണല്ലോ പ്രശ്നം. ഇതൊന്നും കൊടുക്കാതെ 180 കോടി രൂപ മേടിച്ചവർക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ അതൊരു വിചിത്ര ന്യായം. മാധ്യമപ്രവർത്തനത്തിൽ ഹെഡ്ലൈനായി വരിക മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാധ്യമസ്ഥാനം വരില്ല. അതാണ് പ്രശ്നം. അത് മാധ്യമസ്ഥാനം വരില്ല. മാധ്യമസ്ഥാപനങ്ങൾ വരില്ല. അത് പ്രതിപക്ഷത്ത് നിന്നാലും വരില്ലാന്നേ. പ്രതിപക്ഷത്ത് നിന്നാലും വരില്ലാന്നേ. പ്രതിപക്ഷത്ത് നിന്നാലും വരില്ല. അത് പുറത്തു കൊണ്ടുവന്നാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. അത് CPM-നോടാ പറഞ്ഞത്. അത് പുറത്തു കൊണ്ടു കാണിച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് മനസ്സിലാക്കി CPM പ്രവർത്തിച്ചാൽ മതി. മറുപടി വ്യക്തമോ വ്യക്തമല്ല എന്നാണ്
3 പേരുടെ അഭിപ്രായം വ്യക്തമാണെന്ന് ഒരേ ഒരാൾക്ക് അഭിപ്രായം. ശ്രീ ആൻഡ്രോയ്ക്ക്. Meet the editor.